Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CES 2024 NVIDIA അപ്ഡേറ്റ്സ് ആണ്. യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഓൾറെഡി NVIDIA CES 2024 കീനോട്ടിലെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു RTX 40 സീരീസ് സൂപ്പർ GPUസിന്റെ അനൗൺസ്മെന്റ്. സോ സ്ട്രേറ്റ് ഓഫ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് RTX 40 സീരീസിൽ പുതിയ 3 GPUs ആണ് NVIDIA ഇൻട്രൊഡ്യൂസ് ചെയ്തത്. RTX 4080 സൂപ്പർ, RTX 4070 Ti സൂപ്പർ ആൻഡ് RTX 4070 സൂപ്പർ. സോ ഈ 3 GPUസിന്റെ ലോഞ്ചിന്റെ കൂടെ വേറൊരു കാര്യം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. 2 GPUs അതായത് 40 സീരീസിലെ RTX 4080 ആൻഡ് RTX 4070 Ti ഈ 2 GPUs വിൽ ബി എൻഡ് ഓഫ് ലൈഫ്. സോ EOL എൻഡ് ഓഫ് ലൈഫ് ലിസ്റ്റിലേക്ക് NVIDIA ഈ 2 GPUസിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഇനി 4080 ആൻഡ് 4070 Ti പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് താഴെ നിന്ന് വരാം RTX 4070 സൂപ്പർ. സോ ഇവിടെ RTX 4070 സൂപ്പർ 4070നെ റീപ്ലേസ് ചെയ്യുന്നില്ല. ആസ് ഓഫ് നോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ബട്ട് ഈ 2 GPUസും പാരലലി മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. 4070 സൂപ്പർ 4070 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20% അപ്ലിഫ്റ്റ് ആണ് മോസ്റ്റ് ഓഫ് ദി സ്പെക്കിൽ കാണുന്നത്. ക്യൂഡാക്കോസ് 5888 7168 ആയിട്ട് കൂടിയിട്ടുണ്ട്. നിയർലി ഒരു 19 to 20% ഇൻക്രിമെന്റ്. ജിപിയുടെ ബേസ് ക്ലോക്ക് സ്പീഡ് 1.92 GHz 1.98 GHz ആയിട്ട് കൂടിയിട്ടുണ്ട്. 3% ഒരു മാർജിനൽ ഇംപ്രൂവ്മെന്റ് ആണിത്. ആൻഡ് ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡും VRM സെയിം തന്നെയാണ്. 12GB GDDR6X ബേസ്ഡ് VRAM ആണ്. സിമിലർലി 192 ബിറ്റ്സിന്റെ ആണ് ബസ് വിത്ത്, അതും സെയിം തന്നെയാണ്. TDP വാല്യൂ 200 220 വാട്ട്സ് ആയിട്ട് കൂടിയിട്ടുണ്ട് ടോട്ടൽ ബോർഡ് പവർ. ഇത് മാത്രമല്ലാതെ ഓവറോൾ ഷേഡർ കോഴ്സ്, RT കോഴ്സ്, ടെൻസർ കോഴ്സ് ഇതിലെല്ലാത്തിലും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതേപോലെ N1 എൻകോഡറും ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് with support for AV1 encoding. So 4070 Super GPUന്റെ പ്രൈസിംഗ് വരുന്നത് $599 ആണ്. That is approximately ഒരു 60,000 ഇന്ത്യൻ പ്രൈസിംഗ് ഈ റേഞ്ച് ആയിരിക്കും അപ്രോക്സിമേറ്റ് വാല്യൂ. ജാനുവരി 17 4070 സൂപ്പർ GPUന്റെ മാർക്കറ്റ് ലോഞ്ച്. മോസ്റ്റ്ലി ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ലോഞ്ച് ആയിട്ടുണ്ടാകും മാർക്കറ്റിൽ. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കമ്പാരിഷന്റെ കാര്യം പറയുവാണെങ്കിൽ NVIDIA പറയുന്നത് 4070 സൂപ്പർ RTX 3090 GPUവിനേക്കാളും ഫാസ്റ്റർ ആയിരിക്കും എന്നാണ്. ഇത് ഓഫ് കോഴ്സ് എല്ലാത്തിന്റെയും ബെഞ്ച് മാർക്സ്, തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് വന്നാലേ നമുക്ക് ക്ലിയർ ഐഡിയ വരത്തുള്ളൂ. അല്ലാതെ NVIDIA പറയുന്നത് നമുക്ക് 100% എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. NVIDIA എന്നല്ല, ഏത് കമ്പനിയുടെയും ആക്ച്വൽ ബെഞ്ച് മാർക്സ്, അവർ കാണിക്കുന്ന ബെഞ്ച് മാർക്സ് നമ്മൾ ഒരിക്കലും റിലയബിൾ അല്ല. നെക്സ്റ്റ് ആണ് RTX 4070 Ti സൂപ്പർ. ഇത് ഇപ്പോൾ ഉള്ള 4070 Tiനെ റീപ്ലേസ് ചെയ്യും. ഓൾറെഡി 4070 Tiയുടെ മാർക്കറ്റ് പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. 80,000 റേഞ്ച് ഒക്കെ ആയിരുന്നു 4070 Ti മാർക്കറ്റ് പ്രൈസ് നേരത്തെ ഒക്കെ. ബട്ട് ഇപ്പം 1-2 ബ്രാൻഡ്സ്, ഇന്നോ 3D അതുപോലത്തെ ഗാലക്സിന്റെ ബ്രാൻഡ്സ് ഒക്കെ 65,000-66,000 ഈ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. സോ 4070 Ti സൂപ്പർ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രൈസസ് കുറച്ചും കൂടി കുറവായിരിക്കും. ബിക്കോസ് 4070 Ti സൂപ്പറിന്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ $799 ആണ്, അതായത് 80,000 റുപ്പീസ്. ഈ 80,000 എന്ന് പറയുമ്പോൾ 4070 Tiയുടെ സിമിലർ പ്രൈസിംഗ് ആണ്. സോ അതുകൊണ്ട് എന്തായാലും ഓൾറെഡി എൻഡ് ഓഫ് ലൈഫിൽ വന്നേക്കുന്ന GPUന്റെ പ്രൈസ് എന്തായാലും പുതിയ GPUന്റെ ആ ഒരു റേഞ്ചിൽ വരത്തില്ല. അതെന്തായാലും കുറയും. ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു 60,000 റേഞ്ചിൽ നിങ്ങൾ ഒരു GPU നോക്കുന്നെങ്കിൽ 4070 Ti മേ ബി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പ്രൈസ് കുറവാണെങ്കിൽ. സോ 4070 Tiയുടെ ഒരു ഇംപ്രൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ക്യൂഡാ കോഴ്സിൽ ഒരു 9.5% ഇംപ്രൂവ്മെന്റ് ആണ്. 7680 8448 ആയിട്ട് കൂടിയിട്ടുണ്ട്. ബേസ് ഫ്രീക്വൻസി 2.31 GHz 2.34 GHz ആയിട്ട് കൂടി. ബൂസ്റ്റ് സെയിം ആണ് 2.61 GHz. ഇവിടെ മെയിൻ ഇംപ്രൂവ്മെന്റ് VRAM ആൻഡ് മെമ്മറി ബസ് വിഡ്ത്തിലാണ്. VRAM 16GB ആണ് വരുന്നത് കമ്പയർ ടു പ്രീവിയസ് 12GB. ആൻഡ് 192 ബിറ്റിന് 256 ബിറ്റ്സ് ആയിട്ട് മെമ്മറി ബാൻഡ് വിത്ത് കൂടിയിട്ടുണ്ട്. ടോട്ടൽ ഗ്രാഫിക്സ് പവർ പറയുന്നത് 285 വാട്ട്സ് ആണ്. 700 വാട്ട്സിന്റെ ആണ് PSU റെക്കമെൻഡേഷൻ. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ പെർഫോമൻസ് NVIDIA ഇവിടെ പറയുന്നത് 3070 Tiനേക്കാളും 2.5 ടൈംസ് ഫാസ്റ്റർ ആയിരിക്കും എന്നാണ് 4070 Ti സൂപ്പർ. എനിവേ സ്പെക്സിൽ അത്യാവശ്യം മേജർ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആൻഡ് VRAM 16GB ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ലെവൽ 4K ഗെയിമിങ്ങിന് അത്യാവശ്യം കേപ്പബിൾ ആയിരിക്കും എന്നാണ് എന്റെ ഒരു ഫീലിംഗ്. ആൻഡ് ലാസ്റ്റ്ലി RTX 4080 സൂപ്പർ. 4080 സൂപ്പറിൽ നമുക്കൊരു 5% ഇംപ്രൂവ്മെന്റ് ആണ് ക്യൂഡാ കോഴ്സിൽ കാണുന്നത്. 9728 10,240 ആയിട്ട് കൂടിയിട്ടുണ്ട്. ബേസ് ഫ്രീക്വൻസി സെയിം ആണ് 2.1 GHz. ബൂസ്റ്റിൽ ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 2.51 2.55 GHz ആയിട്ടുണ്ട്. VRAM സെയിം 16GB തന്നെയാണ്. 16GB GDDR6X ബേസ്ഡ് സെയിം ബാൻഡ് വിത്ത് ആണ് 256 ബിറ്റ്സ്. ടോട്ടൽ ഗ്രാഫിക്സ് പവർ 320 വാട്ട്സ് ആണ്. ആൻഡ് PSU റെക്കമെൻഡേഷൻ 750 വാട്ട്സ് ആണ് പറയുന്നത്. ഷേഡർ കോഴ്സ് 49 52 ടെറാഫ്ലോപ്സ് ആയിട്ടുണ്ട്. RT കോഴ്സും 113 121 ആയിട്ടുണ്ട്. സോ ആസ് പെർ NVIDIA RTX 3080 Tiനേക്കാളും ഡബിൾ ദി പെർഫോമൻസ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്.
ചെയ്യുന്നത്. 4K ഗെയിമിംഗിന് വേണ്ടി പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും RTX 4080 സൂപ്പർ GPU. ആൻഡ് ഈ പ്രാവശ്യം nvidia GPUസിന്റെ പ്രൈസിംഗ് ഈസ് വെരി കോമ്പറ്റീറ്റീവ്. സ്പെക് വൈസും പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. RTX 4080 ഇറങ്ങിയത് $1199 ഇവിടെ RTX 4080 സൂപ്പർ ഇറങ്ങുന്നത് $999. ദാറ്റ് ഈസ് $200 ലെസ്. സോ RTX 4080യേക്കാളും കുറഞ്ഞ പ്രൈസിൽ വി ആർ ഗെറ്റിംഗ് ബെറ്റർ പെർഫോമൻസ് ത്രൂ RTX 4080 സൂപ്പർ GPU. 4080 സൂപ്പറിന്റെ മാത്രമല്ല മറ്റു രണ്ട് GPUസിന്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആണ്. 4070 Tiയുടെ പ്രൈസിംഗിലാണ് 4070 Ti സൂപ്പർ വരുന്നത്. 4070യുടെ നിയർലി ആ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് 4070 സൂപ്പറും വരുന്നത്. സോ പ്രൈസിംഗിന്റെ കാര്യത്തിൽ പലർക്കും ഉള്ള കംപ്ലൈന്റ് ആണ് nvidia'യുടെ ഓവർ പ്രൈസ്ഡ് ആണെന്ന്. ബട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ലൈക് പെർഫോമൻസ് ഈ പറയുന്ന കാര്യങ്ങൾ nvidia പറയുന്ന ഈ ഒരു പെർഫോമൻസിന്റെ മെട്രിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈസിംഗ് ഈസ് ഓക്കെ എന്നാണ് എന്റെ ഒരു ഫീലിംഗ്. സോ ഈ 3 GPUs ആണ് ജാനുവരി ഈ മന്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇതിൽ ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ 4070 സൂപ്പർ ഞാൻ പറഞ്ഞു ജാനുവരി 17th ആണ്. 4070 Ti സൂപ്പർ വരുന്നത് ജാനുവരി 24th ആൻഡ് 4080 സൂപ്പർ ജാനുവരി 31st മാർക്കറ്റിൽ വരുന്നത്. സോ ഇവിടെ 4070 Ti സൂപ്പർ നല്ലൊരു ചോയ്സ് ആയിരിക്കും. ലൈക്ക് ഒരു നിയർലി 80,000 പ്രൈസ് റേഞ്ചിൽ 16GB VRAM നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് ബെഞ്ച് മാർക്സ് പഴയ 4080യുടെ ആ ഒരു നിയർ പെർഫോമൻസ് എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ 4070 Ti 16GB വേരിയന്റ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു GPU ആയിരിക്കും. 12GB VRAMന് 16GB VRAM ആയിട്ടുണ്ട്. സോ VRAM കൂടുന്നതനുസരിച്ച് ഹയർ റെസൊല്യൂഷൻസിൽ കളിക്കാൻ പറ്റും. ഹയർ ടെക്സ്ചേഴ്സ് ബെറ്റർ ടെക്സ്ചേഴ്സ് ആൻഡ് ഹയർ റെസൊല്യൂഷൻസിൽ ഗെയിം കളിക്കാൻ വേണ്ടി VRAM ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. സോ ഹയർ റെസൊല്യൂഷൻസിന് വേണ്ടി ഐ തിങ്ക് 4070 Ti സൂപ്പർ നല്ലൊരു ചോയ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇവിടെ വേറൊരു പോയിന്റ് നോട്ടീസ് ചെയ്യേണ്ടത് AMDയുടെ GPUs ഹയർ GPUസിന്റെ പ്രൈസ് കുറയുന്നുണ്ട്. 7900XTയുടെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇപ്പം ഒരു അറൌണ്ട് 80,000 പ്രൈസ് റേഞ്ച് ആണ്. സോ 80,000 പ്രൈസ് റേഞ്ചിൽ റോ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ 7900XT 4070 Tiയേക്കാളും ബെറ്റർ GPU ആണ്. ഇവൻ നിയർലി ചില സിനാരിയോസിൽ 4080യുടെ ആ റേഞ്ച് വരുന്ന ഒരു GPU ആണ് 7900XTയും 7900XTXും രണ്ടും സിമിലർ ആണ്. സോ ഇൻ കേസ് AMD കമ്മിങ് മന്ത്സിൽ ഹയർ GPUസിന്റെ പ്രൈസസ് കുറയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് സപ്പോസ് കുറയ്ക്കുകയാണെങ്കിൽ അതൊരു വെരി ടൈറ്റ് ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും. സോ പ്രൈസസ് AMD കുറയ്ക്കുകയാണെങ്കിൽ റോ പെർഫോമൻസിന്റെ കാര്യത്തിൽ AMD GPUs ഇപ്പം ഹൈലി കേപ്പബിൾ ആണ്. എന്തായാലും ഒരു 2 വീക്സിൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഫുൾ ബെഞ്ച് മാർക്സ് വരുന്നതായിരിക്കും. ബിക്കോസ് ഇപ്പോൾ ഉള്ള 4070 Ti 4080 ഓർ 4070യുടെ പ്രൈസിൽ വി ആർ ഗെറ്റിംഗ് ബെറ്റർ GPU. സോ അതുകൊണ്ട് തന്നെ ഒരു 1 month വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇതായിരുന്നു nvidia'യുടെ CS 2024ലെ മേജർ GPU അപ്ഡേറ്റ്. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.